ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കണ്ടായിരുന്നു. പലവട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇനീഷ്യൽ ഒന്നും ഇല്ലെന്ന്. പരുന്തുവാസു അത് മതി. എന്റെ എക്സ് ആയിരുന്നിടത്തോളം നിങ്ങൾക്ക് എനിക്ക് ഇനിഷ്യൽ ഇടാം. പരുന്തുവാസു എക്സ്. ജോക്കി ഇതൊക്കെ ചോദിക്കണേ, ഇതൊക്കെ നാണുണ്ടോ നിങ്ങളുടെ എക്സിന്റെ അടുത്ത്? എക്സ് ഒന്നും ഇട്ടതിന് വല്ലവരും കൂടെ അല്ല ജോക്കിനെ കൂടെ ചോദിപ്പിക്കാൻ. നിങ്ങൾ ചോദിക്കാൻ, എന്റെ മുഖത്ത് നോക്കി ചോദിക്കും, ഞാൻ പറയാൻ മറുപടി. അപ്പൊ എലി അപ്പീന്ന് ഏൽപ്പിക്കാമോ? എന്തിനാടി എക്സ് എന്നിട്ടത്? നിന്റെ മുഖത്ത് നോക്കി ചോദിച്ച് എന്തിനാടി എക്സ് എന്നിടുന്നേ? നിങ്ങൾ എന്റെ എക്സ് ആയതുകൊണ്ട് മുഖത്ത് നോക്കി തിരിച്ചു പറഞ്ഞു. ബാക്കി സംസാരിച്ച ജോക്കി. ഹലോ ജോക്കി, ഇങ്ങേറെ അടുക്കളക്ക് തീ പിടിച്ചത്. ഇങ്ങേറെ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്ക് വെളിയില്. എന്നടാ ഏതോ കഴുത കത്തത്. ചിരിപ്പ്, സൂപ്പർ ചിരിപ്പ്. ഏതോ കഴുത കത്തത് ഇവിടെ സ്കൂളില. എന്റെ പൊന്ന് ജോക്കി വാ തുറക്ക്. ഹലോ ഹലോ, സംസാരിക്കണില്ലേ നിങ്ങൾക്ക്? ഇത്ര നേരം സംസാരിച്ചൊന്നും കേട്ടില്ലേ? ആ പിന്നെ ഞാൻ കേട്ടായിരുന്നു. കോച്ച് இந்த மூஞ்சிக்கிட்டையும் வராதுன்னு சொல்லு. നിങ്ങൾ എല്ലാരും ഒന്ന് അങ്ങോട്ട് മാറിക്കോ. എല്ലാരും ഇങ്ങോട്ട് നാണോ ഓർക്കണത്തില്ല. ആ വിവരം ഉള്ളതിന് അവിടെ പോയി വിളിക്കണം ജോക്കി. എനിക്ക് പറ്റൂല, ഞാൻ പോത്തില്ല. അത്രയും വിവരം ഉള്ളതിന്. ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചോട്ടെ, നമ്മളൊരു വീട് വെക്കുവാണെങ്കിൽ അതിനകത്ത് എത്ര സ്പേസ് കാണും കക്കൂസിന്? കുറച്ചധികം. ഇവിടുത്തെ പിള്ളേർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലൂസ് മോഷൻ വരും ജോക്കി. അത് കാരണം നമ്മൾ എറിഞ്ഞു ദൂരമാണോ പിള്ളേര്? നല്ല അപ്പി ഫുഡല്ലേ ജോക്കി കൊടുക്കുന്നത്? ഇതിനകത്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. സ്കൂളിനെക്കാട്ടിലും വലിയ കക്കൂസ്. ചന്ദ്രന്റെ മോനെ ചില സമയത്ത് അവന്റെ അച്ഛനെ പോലെ എറിഞ്ഞു തൂറാറുണ്ട്. അത് കാരണം നമ്മൾ കുറച്ച് സ്പേസ് അവന് കൊടുത്തിട്ടുണ്ട്. എറിഞ്ഞു തൂറുന്ന ടീച്ചർമാരൊക്കെ പഠിപ്പിച്ച എറിഞ്ഞു തൂറും, മനസ്സിലായോ പിള്ളേര്? എനിക്ക് ഇഷ്ടപ്പെട്ടെ. PR ടീം പ്ലീസ് നോട്ട്. ആ ക്ലിപ്പ് കട്ടിയാണേ. പറഞ്ഞോളൂ, എന്താണ് നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് പറയാനുള്ള മിസ്റ്റർ പെരുന്തൽമണ്ണ എക്സ്? ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം കുറെ നാളായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും കല്യാണം കഴിക്കണ്ട എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. പണ്ടുതൊട്ടേ ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ പെമ്പിള്ളേടത്തൊന്നും അങ്ങനെ വലിയ താല്പര്യവും കാര്യങ്ങളൊന്നുമില്ല. എക്സാക്ട്ലി. ഞങ്ങളങ്ങനെ പിള്ളേരെ ഒന്നും അടുപ്പിക്കാറില്ല, അങ്ങനെ അധികം ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കാറില്ല. ഞങ്ങൾക്ക് വാറ് പിന്നെ ഗ്യാങ്ങിന്റെ കാര്യങ്ങൾ, ഗ്യാങ്ങൊക്കെയാണ് പ്രയോറിറ്റി. ആൻഡ് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് നമ്മളിവിടെ ടോപ്പായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. ആൻഡ് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പം നമ്മളത് കംപ്ലീറ്റ്ലി നമ്മുടെ അതിനകത്ത് അലോ ചെയ്തിട്ടില്ല. അത് അങ്ങനെ കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗോഡ് ഫാദറിന്റെ മൈൻഡ് മാറി. കാരണം പുള്ളി ഇത്രയും നാള് പുള്ളിയുടെ അമ്മായിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അമ്മായി മരിച്ചു പോയപ്പോഴത്തേക്കിന് പുള്ളിയുടെ കാര്യങ്ങളൊന്നും ടേക്ക് കെയർ ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഇനി മുന്നോട്ട് അങ്ങനെ അല്ല ജോക്കിക്കല്ല ഞാൻ പറഞ്ഞു വരുന്നത് കേക്ക്. സുമതി ചത്തോ സുമതി ജീവിച്ചോ എന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല നിനക്ക്, മനസ്സിലായോ? സുമതി ആയിക്കോട്ടെ അമ്മ. എനിക്ക് പല അമ്മായിമാരും ഉണ്ട്. എല്ലാ അമ്മായിമാരെ അങ്ങ് അറിയണോ? ഹലോ ഹലോ കേക്കാവോ? നിന്നെ ഇവിടെ കാണുന്നില്ലായിരുന്നല്ലോ കുറച്ച്. ഞാനോർത്ത് ആരാണ്ട് ഫ്രൈ ചെയ്ത് അടിച്ചെന്ന് നിന്നെ. നിന്റെ എന്റെ ആയിക്കൊണ്ടാ. നിന്നെ വരട്ടാനുള്ള മസാല ഞാൻ എപ്പോഴേ ടിവിയുടെ ഗ്യാങ്കോസി വെച്ചിട്ടുണ്ട്. നിന്നെ ഒരു ദിവസം ഞാൻ പൊരിക്കും. നീ നിന്നെ പറഞ്ഞു തരാം. നിന്നെ പറയിക്കാൻ നിന്നെ ഞാൻ പൊരിച്ച് തിന്നില്ലെങ്കിൽ നീ നോക്കിക്കോ കേട്ടാ. ചിമ്പാൻസി മറ്റേ വേറെത്തുണ്ടല്ലോ അവന്റെ ഗ്രില്ലും നിന്നെ ഞാൻ മസാല ഇട്ട് വരട്ടും. ഞാൻ നിന്നെ നോക്കിയോ. എനിക്ക് ഇങ്ങോട്ട് വരുമ്പോഴേ അങ്ങ് നെഗറ്റീവാ. മറ്റേ എലിയും കൊരങ്ങനും ശശികൊക്കും കൊളയട്ടൻ. ദൂരപ്പോ എടാ ഇവള് പറഞ്ഞത് വെച്ചാ നിനക്ക് ദർശന എന്ന് പറഞ്ഞ പെൺകുട്ടിയായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ വാസു ഇതൊക്കെ സത്യമാണ്. എന്റെ പൊന്നു ജോഗി, ഞാനൊരു കാര്യം പറയട്ടെ. ഈ മറ്റേ പണ്ടത്തെ സീരിയലുകളിലല്ലേ മറ്റേ ഇങ്ങനെ അഭിനയിക്കുന്നത്, അതുപോലെ കുശുമ്പും പറഞ്ഞ് നടക്കുന്നതുകൊണ്ടാണ് ഇവളൊന്നും എങ്ങും എത്താത്തതായി. ഈ സ്കൂളിന്റെ ഇവിടെ ഇങ്ങനെ നടക്കണം, ആൾക്കാർ പോലും കയറാത്ത സ്കൂളായിട്ട് നടക്കണത്, മനസ്സിലായ? ഇത് പണ്ടത്തെ ഈ കൊക്ക് പറയാനൊക്കെ പറഞ്ഞൂടെ? പറഞ്ഞു എനിക്ക് ദേഷ്യം പറഞ്ഞു. ഞാൻ വരലെന്ന് പറഞ്ഞാണ്.
ഇത് ഇവിടുത്തെ ഒരു മനുഷ്യനാണോ ഈ കുക്ക? അതെ അതെ സംസാരിക്കും. അയ്യോ, വെടിവെക്കല്ലേ, ശശിനെ വെടിവെക്കല്ലേ മോനെ. പറക്കടാ. ആ എന്റെ ശശി മോനെ അത്. ഇത് ഈ പെണ്ണുങ്ങളൊക്കെ എന്നിട്ട് അത് വിട്, അത് നമ്മൾ നോക്കിക്കോളാം. അത് എന്തുവാ നീ കൂടുതൽ ഇതാക്കാതെ. ഇനിയിപ്പൊ ഞാനും ദർശനം തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അത് ജോക്കി നോക്കിക്കോളും. അതിൽ കുട്ടി കൈയെടുത്തേണ്ട കാര്യമില്ല. ആ നോക്കിക്കോളും. നീ ഏതാ പറയാ നമ്മുടെ ചെറുക്കനെ കുറിച്ചിട്ട്? നീ ആരാ സത്യം പറഞ്ഞ? ഏതാ നീ ഇവിടെ പറയാൻ വന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നീ ഞങ്ങള് പറയാൻ വന്ന കാര്യം അങ്ങോട്ട് കേക്ക്. പറയാൻ വന്ന കാര്യം അങ്ങോട്ട് സുഹൃത്തായോണ്ട് സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണേ. ഇവിടെ സംസാരിക്കുമ്പോൾ സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണേ. അലീന കൂടുതൽ ഇംഗ്ലീഷ് ഒന്നും വേണ്ട, നമുക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാം. അലീനയുടെ സുഹൃത്തെന്ന നിലയ്ക്ക് എലി കുറെ നാളായിട്ട് ഈ എലിയും അലീനയും അലീനയും ചന്ദ്രനും അലീനയും തമ്മിലുള്ള ആ ഒരു ബന്ധമുണ്ടല്ലോ, കുറെ നാളായിട്ടുള്ള ദീർഘ ബന്ധമാണ്. മനസ്സിലായോ? ആത്മാർത്ഥ സ്നേഹം അത് തന്നെ. അപ്പൊ ഞാൻ വിചാരിച്ച് ഗ്യാങ്ങില് വേറെ ആർക്കും എതിർപ്പില്ല, ഗ്യാങ്ങില് വേറെ ആരും കല്യാണം കഴിക്കണമെന്നും താല്പര്യമില്ല. വാസുവിന്റെ അടുത്തൊക്കെ ചോദിച്ചായിരുന്നു, വാസുവിന് ഒരു താല്പര്യമില്ല കല്യാണം കഴിക്കാൻ. അതാണുങ്ങളാവുമ്പോ പലതും ചെയ്യും. അപ്പം നമുക്ക് ഈ ചില ആൾക്കാരെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾ ഇപ്പൊ ഓരോ സാധനങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോഴാണല്ലോ നമുക്കത് ബാഡ് അടിക്കുന്നത്. അതെ, അങ്ങനെ ഉപയോഗിച്ച് നോക്കി ബാഡ് അടിച്ചതാണ് എനിക്ക്. അതുകൊണ്ട് ഈ കല്യാണവും കളവാണവും ഒന്നും എനിക്ക് വേണ്ട. സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണം വാസു, സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണേ. അപ്പം ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ ഈ അലീനെ കുറിച്ച് എന്താണ് എലിയുടെ ഒരു അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. കാരണം അവളെന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് അല്ലേ. അങ്ങനെ ഞാൻ അത് മാത്രമേ ഉള്ളൊരു കുറവ്. സത്യം. നോക്കി കാണുമ്പോ ഞങ്ങളെ സംസാരിക്കാൻ വന്നത് ഞങ്ങളെ ഇത് കുട്ടി, ഞാൻ ഒരു കാര്യം പറയട്ടെ. കുട്ടിക്ക് മറ്റേ വെട്ടിയിടാൻ വേണ്ടിട്ട് സാബു ചന്ദ്രൻ വെളിയില വെയിറ്റിംഗ്. കുറച്ച് ഡോർ തുറന്നു വിട മുടിയുമോ മാഡം? അലീനയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു. ബ്രെയിൻ കൊടുക്കാവോ? കുട്ടിക്ക് ബ്രെയിൻ ഇല്ലല്ലോ. സോറി. ഞങ്ങളൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കല്ലേ ചന്ദ്ര? വാസന ഇങ്ങനെ മഴ നയമ്പത്തേക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല എനിക്ക്. സോ ഞങ്ങള് നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ തീരുമാനം എന്താന്ന് വെച്ചാൽ, ഗ്രാൻഡ് ഫാദർ എന്നെക്കാളും മൂത്ത ആളുണ്ടായിരുന്നു പുള്ളി. എടുത്ത് കൊണ്ടിരിക്കും മിണ്ടാരും. ഗ്രാൻഡ് ഫാദർ നമ്മുടെ ഗോഡ് ഫാദറിന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമൊക്കെ നമുക്ക് വലിയൊരു ഇതില്ലെങ്കിൽ പോലും അതുപോലത്തെ ഒരു ചെറുക്കനെയൊക്കെ എടുത്ത് വളർത്തി വലുതാക്കി എന്ന് വെച്ചാൽ ആ ഒരു സ്നേഹവും കമ്മിറ്റ്മെന്റും പരിഗണനയൊക്കെ നമ്മൾ വളരെ കുറച്ച് പേരിലേ കണ്ടിട്ടുള്ളൂ. സോ അപ്പൊ ചന്ദ്രന്റെ അലീനയുടെയും കല്യാണം നടത്താൻ നമ്മൾ തീരുമാനിച്ചു എന്നല്ല, നമ്മളിങ്ങനെ ഒരു ഇവരുടെ അഭിപ്രായം കൂടി ഞാൻ ചോദിക്കണം. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചന്ദ്ര നിന്റെ ചന്ദ്ര ഞാൻ പറയുന്നേക്ക്, നാളെ നീയും അലീനയും കൂടെ വന്ന് കാണണം. മനസ്സിലായോ? അലീനയും നീയും വന്ന് ജോക്കിയോട് സംസാരിക്കണം. നീയല്ലേ പിന്നെ ആ പെണ്ണിനെ 24 മണിക്കൂർ വണ്ടിയിലും കയറ്റി ആണ്ട് അത് നിന്റെ അതിന്റെ തന്തയാന്ന് പറഞ്ഞു നടക്കുന്നത്. നമ്മുടെ കുടുംബത്തിന്റെ ഒരു മഹിമ. കുടുംബത്തിന്റെ മഹിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നീയും അവളും കൂടെ താമസിക്കണം. നീ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരുമിച്ച് താമസിക്കാൻ പറ്റുവാണോ? സത്യം പറയാലോ. ഇതിനകത്ത് ആരെങ്കിലും കല്യാണം കഴിക്കും? ഇതിനകത്ത് ആരെങ്കിലും കല്യാണം കഴിക്കുന്നതിനെ ഒരുമിച്ച് താമസിക്കണമെങ്കിൽ നിനക്ക് അവളെ ഇപ്പൊ വേണ്ടി ഇഷ്ടമില്ലേ? ഒരു സെക്കൻഡ്, ആ വാസന തന്നെ അന്ന് റൂളൊക്കെ ചെന്നറിയോ? നീ എന്റെ മൂട്ടിനകത്ത് പാന്റ് സിബിനകത്ത് കേറിയടാ കൊക്കെ. ഓ കക്കൂസിലെ തൂറു നീ. ഇങ്ങനെ ഗേയാണ്, ചെറിയ കൊതം വെച്ച് വലിയ തൊണ്ട.
എന്റെ പൊന്നെ സൗണ്ട് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ആന പെറുന്ന സൗണ്ട് ആയിരുന്നു കേട്ടായിരുന്നു. എടാ ഞാനൊരു കാര്യം പറ്റ ചന്ദ്ര, നീ ഇത്ര നാളത്തെ നിങ്ങളുടെ ആഗ്രഹമല്ലാതെ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത്. ആണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പൊ ഞാൻ പ്രിപ്പയർഡ് ആണ് ശരിക്കും പറയാല്ല. എനിക്ക് മനസ്സങ്ങോട് അല്ലല്ലേ ഞാൻ നിൽക്കുമ്പോ സംസാരിച്ചോ, കുഴപ്പമൊന്നുമില്ല. അന്ന് എന്റെ മനസ്സങ്ങോട് പ്രിപ്പയർഡ് അല്ലെന്നാ പറയണത്. പ്രിപ്പയർഡ് അല്ലെന്നോ? നമ്മൾ ഇത്ര നാള് അണ്ണു പറഞ്ഞായിട്ട് ഞങ്ങൾ വേറെ എടാ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് അത്ര നിർബന്ധമൊന്നുമില്ല. ഈ വാസുവിന് കല്യാണം കഴിക്കണ്ട, ബാക്കി ആർക്കും ഞാൻ കല്യാണം കഴിക്കണ്ട. അപ്പൊ നിനക്ക് മാത്രമേ സിറ്റിയില് ഒരു കൊച്ചുണ്ടെന്നും പറഞ്ഞ് നടപ്പുള്ളൂ, മനസ്സിലായോ? അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ നീ കല്യാണം കഴിച്ചോ, ഒരു കല്യാണം ഫസ്റ്റ് ആൻഡ് ഫൈനൽ. കേട്ടണ്ട സംസാരങ്ങൾ ക്ലിയർ ആവണേ, കേട്ടണല്ലോ. അല്ല അലീനയുടെ സമ്മതം കൂടി ചോദിക്കണ്ടേ നമ്മള്? അലീനയുടെ സമ്മതം ചോദിക്കും. ഇത്ര നാള് എടാ നിനക്കൂടെ സമ്മതമാണെങ്കിൽ നാളെ പെണ്ണ് കാണാൻ പോവാന്നുള്ള രീതിയിലാണ് ഇരിക്കണത്. പെണ്ണ് മൂഡ് മാറ്റല്ലേ എന്റെ മൂഡ് എപ്പോഴാ മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. മൂഡ് സിങ്സ് ആണേ. ഇപ്പൊ കെട്ടിയ എന്റെ പൊന്ന് ചന്ദ്ര, സീരിയസ്ലി എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് കുറെ കാര്യങ്ങൾ. ലോക്കാക്കല്ലേ അണ്ണ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കല്യാണം പെട്ടെന്ന് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആഘോഷമായി, പന്തലായി, കുറച്ചു ദിവസം ഡാൻസ് പാട്ട്. ഇന്ന് ചെക്കന്റെ കല്യാണം, കിടുമാസടാ പാട്ടൊക്കെ ഇട്ട് നമുക്ക്. ഇപ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടെണ്ണ. ഈ സിറ്റി ഒത്തിരി പെമ്പിള്ളേര് മെഴുകാൻ പറ്റുന്നുണ്ട് ആവശ്യത്തിന്. ഞാൻ ലോക്കായി പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. എന്തൊരു ചിന്താഗതിയാടാ. അലീനെ പോലെ സ്നേഹിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ടായിരുന്നേ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഫ്ലേർട്ടൊന്നും ചെയ്ത് നടക്കൂലായിരുന്നടാ. അന്ന തേച്ച് ചെവറിലൊട്ടിച്ച സാധനം അവിടെ നിക്കട ചിരിച്ചോണ്ട്. അവളെന്നെ പറ്റിച്ചതല്ലേ? എന്ത് പറ്റിച്ച്? ഇവളെന്നെ പറ്റിച്ചതാ. ഇവളെ കള്ളി. ഇപ്പുറത്തോട്ട് ചാടിയത്. അണ്ണനപ്പൊ ഇപ്പൊ വേറെ ആരടുത്ത് ഒരു ബന്ധമില്ലെന്നാണ് അണ്ണൻ പറയണേ. ഇല്ല, എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലടാ, അങ്ങനത്തെ ഇതില്ല. ഇല്ല. അണ്ണ എന്നെ ഉൾക്കൊള്ളിക്കാണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം മൂഞ്ചി അടപടെല്ലാം തേഞ്ഞു പോയിട്ടേ ഉള്ളൂ. അതുപോലെ എന്തെങ്കിലും അത് നശിച്ചു പോകും, അത്ര തന്നെ. ഇല്ല, ഞാൻ നിന്നെ അങ്ങനെ ഒരിക്കലും ലബി ബ്രോ ഞാൻ കണ്ടില്ല. താങ്ക് യു സോ മച്ച് 5 മെമ്പർഷിപ്പ്. എനിക്കതേ പറയുള്ളൂ അണ്ണാ. ബാക്കി അണ്ണ ഇത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, ജോക്കി ഇത്രയും എഫേർട്ട് ഒക്കെ എടുത്ത് അത് നടത്തി തരാന്ന് പറയുമ്പോൾ പുള്ളിയുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയെങ്കിലും നീ കല്യാണം കഴിക്കാളിയാ, എന്നിട്ട് അങ്ങ് ഡിവോഴ്സ് കെട്ടി അണ്ണ. ഞാൻ ഇപ്പഴേ ഞാൻ ഒരു തന്തയാണെന്നാണ് സിറ്റിയിൽ അറിയണം അണ്ണ. ഞാൻ ഇനി കെട്ടി ഞാൻ കല്യാണം കഴിച്ചത് മാരിയിടുന്നൂടെ അറിഞ്ഞ പെമ്പിള്ളേരുടെ ആകർഷണം പോയി പോകണ. സിറ്റിയിൽ അധികം ആൾക്കാരെ അറിയിക്കാതെ നമുക്ക് പയ്യെ നടത്താം. വളരെ അണ്ണല്ലേ അണ്ണ ഈ സിറ്റിയിൽ 500 പേരുണ്ടെങ്കിൽ 600 പേര് അണ്ണൻ വിളിക്കും. അല്ല നീ ഒരു കാര്യം പറ, നിന്റെ ലാസ്റ്റ് നമുക്ക് എന്താ പുള്ളിയുടെ സന്തോഷത്തിന് വേണ്ടിട്ട് പെണ്ണ് കാണാനെങ്കിലും ഇങ്ങനെ നടത്താം. ഇങ്ങനെ നാളെ ഞാനാണുള്ള കനമൊത്തം ജീവിക്കേണ്ടത്. അത് ആ മൂദേവിയുടെ കൂടെ പെണ്ണ് അവരാണെങ്കിൽ ഒന്ന് പറഞ്ഞ രണ്ടാത്തിന് പല. നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? പിന്നല്ലാണ്ട് പെണ്ണ് കാണൽ നടത്താം. പെണ്ണ് കാണലിന്റെ അവസാനം നമുക്ക് എന്തെങ്കിലും അടവറക്കാം. ഇത് അവക്കൊട്ടും താല്പര്യമില്ലാത്ത കേസാണ്, മനസ്സിലായില്ല. അവക്ക് ഇങ്ങനെ കെട്ടണം നിർബന്ധം. ഞാൻ ഇന്നലെ പെണ്ണ് കാണൽ കേസാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ആലോചിക്കാം. നമുക്ക് പെണ്ണ് കാണൽ കണ്ടിട്ട് അവിടെ ബാക്കി എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഉറപ്പാണേ. പിന്നെ இந்த பாத்ரூம்ல இருந்து ஒட்டு கேக்குறவங்கள துப்புடா ஒரு வாட்டி. ബാത്റൂം ഒട്ടിരിക്കണ തുപ്പാനാ? ആ സാബു എന്തോ പറഞ്ഞിട്ട് പോയി. ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുന്നത് മൊത്തം ഇവിടെ എലി കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ജോക്കി, പണ്ടേ സീരിയല് എനിക്ക് സത്യം പറഞ്ഞ സമയം കളയാനോ എനിക്ക് താക്കില്ല. അതിനെ കേട്ടണ്ട എനിക്ക് നമുക്ക് നാളെ പെണ്ണ് കാണാൻ പോവാം. കണ്ടോ മധുര ആടി വരുന്നത്. നാണമില്ലേടി പിത്തക്കാടി ഇങ്ങനെ ഒരാൾ സംസാരിക്കുന്നു ഒളിഞ്ഞു കേൾക്കാൻ വേണ്ടിട്ട്. ചന്ദ്ര മറ്റേ അലീനയ്ക്ക് കെട്ടിച്ചതായോ. പക്ഷെ ഗാങ്ങില് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഗാങ്ങിൽ ഒറ്റ കല്യാണേ ഉള്ളൂ. പിന്നെ വേറെ കല്യാണം കളവണമെന്നൊന്നും പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്.
അണ്ണല്ലേ ജോക്കി ഒന്ന് ചില്ലായേ ജോക്കി, ഒന്ന് ചില്ലാവ് പ്ലീസ് ജോക്കി. ഞാൻ പറയണ സമാധാനത്തോടെ കേക്ക് ജോക്കി. നമ്മൾ കല്യാണം അടുത്ത വർഷത്തിലോട്ട് വെച്ചിട്ട് മനസ്സമ്മ നടത്തിയാലേ? അതല്ലേ ഒരു രീതി. നമുക്ക് ആദ്യം പോയി പെണ്ണ് കാണാം. എടാ ആദ്യം പോയി പെണ്ണിനെ കണ്ടിട്ട് പെണ്ണിന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് ചോദിക്കണ്ടേടാ, നീ എന്താടാ ഇങ്ങനെ? ചോദിക്കണത് കല്യാണം പറയുമ്പോ നെക്സ്റ്റ് ലൈഫിന്റെ ഒരു ജോൺ വരുമോ? അതെ ചത്ത്. ജോണോ? അലിയുടെ അച്ഛൻ ജോൺ. ഓ, ഇല്ല, പുള്ളി ജീവിച്ചിരിപ്പണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇല്ല അത് ഇവള് തന്നെ കൊന്ന് വിഷം കൊടുത്ത് കൊറേ ഇത് കാണിച്ചപ്പോഴത്തേക്ക്. ആണല്ലേ? നല്ല ഫാമിലിയാണ് ജോക്കി, നല്ല ഫാമിലിയാ. അതാണ് ഇവിടെ നാളെ എന്നെയും കൊല്ലും അണ്ണനെയും കൊല്ലും. ആ അതിപ്പോ നാളെ എന്താന്ന് വെച്ചാൽ അതിനൊരു തീരുമാനം നോക്കണം, മനസ്സിലായോ? നാളെ നമുക്ക് എന്നാ ജസ്റ്റ് ഒരു ഫോർമൽ ആയിട്ടാണ് നമ്മൾ ഇത്രയും കുടുംബം സിറ്റിയിലെ പിന്നെ അതല്ല പറയുന്നേക്ക്, നാളെ പെണ്ണ് കാണാൻ പോകുന്നതിന് മുമ്പ് ഒരു ഗ്യാങ് മീറ്റിംഗ് അർജന്റ് ആണ്. അത് വെക്കാം. നാളെ എല്ലാരും ഞാൻ കൊണ്ടുവരാം ഇവിടെ. അർജന്റ് ആണ്, ഒരു ഗ്യാങ് മീറ്റിംഗ് വെക്കണം. ബാക്കി പറയുന്നു. അണ്ണു ഉടനെ ഒന്നും പോവില്ലേ? ഇല്ല, ഇങ്ങ വാടാ. ഇനി തന്തനെ തള്ളയുടെ കൂടെ കിടക്കാമല്ലോ. அவன் கேமரா மோட் இட்டு காணிட்டு இருக்கான். എല്ലാം കേട്ടാണ്. ഇത് സെഞ്ചുറി അടിക്കുന്ന മുന്നേ 6 മറ്റേ ട്രോഫി കിട്ടിയാണ് എനിക്ക്. കാത് കേക്കലടാ. ഇങ്ങ വാടാ. அவன் கேமரா மோட் இட்டுட்டு வேற எവിടെയോ പോയി. അങ്ങനല്ല സൂര്യ. അപ്പൊ എടാ നിന്നോட പെരിയപ്പ വാ ഇങ്ങ വാ. അല്ലടാ വാസു ഇങ്ങോട്ട് വന്നേ, വാസു ഒറ്റ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. അവിടെ ബാത്റൂമിലൊക്കെ ഓരോ ഏപ്പരാച്ചുകൾ ഇരിക്കും. ഇങ്ങോട്ട് വാ. ഞാനൊരു കാര്യം പറയട്ടെ, കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. സംസാരങ്ങൾ ക്ലിയർ ആണ് യോഗി. അല്ല ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോഴേ ഇതിന്റെ ആവശ്യമുണ്ടോ യോഗി? നിങ്ങൾ പീരീഡ്സിലാണ്? എടാ അതല്ല ഞാൻ ഈ ആലോചിക്കുന്നത് എന്തു പറയാവോ, ചന്ദ്രൻ റെഡിയല്ല, മനസ്സിലായോ? അല്ല ഞാൻ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുവാണ് അങ്ങോട്ട് നിനക്ക്. പിന്നെ ഞാൻ ഒരു ഗ്യാങ് മീറ്റിംഗ് വേണം നാളെ. വേറെ കല്യാണോ കളവാണോ ഒന്നും പറ്റത്തില്ല. ഇതിന്റെ പേരിൽ ഇനി ചന്ദ്രനെ കല്യാണം കഴിച്ചല്ലോ എനിക്ക് കല്യാണം കഴിക്കണ്ടേ എന്നുള്ള സാധനമൊന്നുമില്ല. യോഗി ഞാൻ ഒരു കാര്യം ജോക്കിയുടെ അടുത്ത് പറഞ്ഞോട്ടെ യോഗി, ഈ ഒരാളെ കൊണ്ട് ജോക്കി എന്ത് ചെയ്യാന്? ബാക്കിയുള്ളവർക്ക് ജീവിതം വേണ്ട ജോക്കി. ഇതൊക്കെ വീട് ജോക്കി കുറച്ചുകൂടെ ജെൻസിയിലേക്ക് വന്നേ. എങ്ങനെ? ജോക്കിയുടെ തീരുമാനം പോലെ. അതെ അലീനയുടെ ഫാമിലി പോലെ കാണുന്ന ചേച്ചി എന്നുള്ളത് എന്തായി നിങ്ങളുടെ തീരുമാനം? കണ്ട അമ്മൂമ്മയോടെ കൊണ്ടല്ലേ നാളെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ഓക്കെ പെണ്ണ് അത് തന്നെ. കൺഗ്രാറ്റുലേഷൻസ് ചന്ദ്ര. താങ്ക് യു. നാളേക്കതാ ഉന്ന അമ്മാവുടെയോ അപ്പാവുടെയും പെണ്ണ് കാണൽ ഫംഗ്ഷൻ. ആദ്യമായിട്ട് ലോകത്തൊരു മോനാണ് തന്തയുടെയും അമ്മയുടെയും ഇത് കാണാൻ പോകുന്നത്. ഓക്കെ മനസ്സിലായ? അപ്പൊ നാളേക്ക് പ്രിപ്പയർ പണണം. അതിനാൽ അതാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. നാളേക്ക് ലഡു ജിലേബി എല്ലാം പ്ലേറ്റില് കൊണ്ടുവന്ന് അങ്ങേ പോടണം. അവിടെ നിന്ന് തിന്ന് തീർക്കരുത്. അങ്ങ ടേബിളിന്റെ മണ്ടയ്ക്ക് കൊണ്ടുവന്ന് വെക്കണം. എല്ലാടാ എന്റെ നെഞ്ചത്ത്. അവനെ കിടത്തും നേരെ ആ നെഞ്ചത്തോണ്ട് അങ്ങോട്ട് വെക്ക. എടാ ഇങ്ങോട്ട് വന്നാൽ എനിക്ക് നിന്റെ പേഴ്സണൽ സംസാരിക്കണ്ടോ? എടാ നാളെ നിന്റെ ഇവരുടെ വീട്ടിലോട്ട് നിന്റെ അമ്മാവിടെ വീട്ടിലോട്ട് വരുമെന്ന് നമ്മൾ കുടുംബത്തോടെ. ഈ ചന്ദ്ര എങ്കിட்ட சொல்லி അത് അലീന വന്ന് വിഷം കൊടുത്ത് കൊന്നെന്ന്. കള്ളം താത്ത കോൾ ചെയ്യുമാ? നാളെ താത്താവ് കിട്ട സൊല്ല്. നാളെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഇருக்கு. നാളെ തന്നെ സിറ്റിയിൽ വരണമെന്ന് കൊല്ലണം. അത് അമ്മാവുടെ ലൈഫ് മാറ്റർ എന്ന് சொல்லு.
ആ കാൽ പണ്ടർ. ആ ഞാൻ പറഞ്ഞതുപോലെ ലഡു, ജിലേബി, അത് സ്വീറ്റ്സ് സ്വീറ്റ്സ് സ്വീറ്റ്സ്. എന്താ ചോദിച്ചേ? എടാ നിനക്ക് മനുഷ്യന് തിന്നാൻ പറ്റുന്ന എല്ലാം പൊതിഞ്ഞുകൊണ്ട് അവിടെ വെക്ക്. ചായ ചായ അമ്മാവക്കിട്ടെ ചായ കൊടുത്ത് അമ്മാവെ കുറച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്യിപ്പിച്ച് കൊണ്ടുവരണം. എനിക്കല്ല, ചന്ദ്രനാ ഇതാവണ്ടേ. ആ അപ്പൊ നീ അത് മുന്നിൽ നിന്ന് ചെയ്യണം, ഒരു മോനെ പോലെ. മോനെ പോലല്ല, മോൻ താ. ഓൾ ഗുഡ് ജോഗി, എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, അതിന് മുന്നേ കാര്യം മറക്കല്ലേ, ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുക കേട്ടോ. അല്ല അതിന് മുന്നേ മറ്റേ ഗാങ് മീറ്റിംഗ് വേണോന്ന് മറക്കല്ലെന്ന്. ആ ഗാങ് മീറ്റിംഗ് സെറ്റ് ചെയ്യാം. ഇതൊരു ഒരു ബസ്സിലാണോ നമ്മളപ്പോ പോന്നെ? ബസ്സിലാണോ പോന്നേന്നോ? ആ ബസ്സിൽ പോണം, നമ്മൾ ഇത്രയും പേരല്ലേ. അപ്പൊ ഞാൻ പറയാം, എന്റെ റുട്ടീൻ പറയാം. രാവിലെ വരിക, ഒരു ഗാങ് മീറ്റിംഗ്, നമ്മൾ പോകുന്നു. ഓക്കെ പോകുന്നു. എടാ ചെറുക്ക ഒരുക്കി വെക്കണേ അതൊക്കെ. എല്ലാം വെയിറ്റ് ഞാൻ ഇപ്പൊ ഓക്കെ അല്ലേ? ഇതാവുമ്പോ ഞാൻ കുനിഞ്ഞാലും നിങ്ങൾക്ക് കാണാം. ഓക്കെ അല്ലേ? ആ ജോക്കി ഓൾ ഗുഡ്, എല്ലാം സെറ്റാണ്, എല്ലാം സെറ്റാണ്. അല്ല സെറ്റല്ല, നാളെ ദർശനം വിളിക്കുന്നെന്നും പറഞ്ഞു പോയി നിന്നെ. ആര്? എടാ ചന്ദ്രൻ ഇങ്ങോട്ട് വന്നേ. ഓ സത്യം മാത്രം പറയുക. സത്യം മാത്രമേ പറയൂ. സത്യം പറ, സത്യം മാത്രം പറ, എല്ലാരും സത്യം മാത്രം പറ. ദർശന ആരാ? ദർശന അണ്ണന്റെ സെറ്റപ്പ്. ഇല്ലല്ലോ എന്റെ പൊന്ന് ജോക്കി, ഞങ്ങളാ പറയില്ല. എന്റെ പൊന്ന് ജോക്കി, ദർശൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. എന്നാ നമുക്കൊരു ദർശനെ വിളി. ഞാനൊന്നും പറയത്തില്ല, ജോക്കി തന്നെ ചോദിച്ചോ. അണ്ണ ഒന്ന് വന്നേ. കൊലിട്രാക്കോ ഒരു പറയാക്കത്തില്ല, നീ പറഞ്ഞു. അണ്ണു ഇത് അതന്നെ കള്ള ദർശന കോളാക്കി. പെറ്റതാ. മറലി ഫോൺ എടുക്കുന്നേ. ട്രീസെ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. ട്രീസ ഇവിടെ പുതിയതാണോ? കൊറേ നാളായിട്ടുണ്ടല്ലേ? ട്രീസയുടെ കല്യാണം കഴിഞ്ഞാണോ? അവൻ അല്ല സിംഗിൾ ആണോ? ചന്ദ്രൻ ഭയങ്കര ശല്യാണ്. ചന്ദ്രൻ എപ്പോഴും എന്നെ ഉപദ്രവിക്കും ഭയങ്കരമായിട്ട്. അവനെങ്ങനെയാണ്? അവന് ഈ പെമ്പിള്ളാരുടെ അടുത്തൊക്കെ സംസാരിക്കണം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. ആ പറടാ. അണ്ണൻ എന്തിനാ ലൈവ് ബ്ലാസ്റ്റ് അടിച്ചത്? അണ്ണൻ ലൈവ് ബ്ലാസ്റ്റ് അടിച്ചത് എന്തിനാ ദർശനെ? ലൈവ് ബ്ലാസ്റ്റാ? ലൈവ് ബ്ലാസ്റ്റ് അതെന്താ മനസ്സിലായില്ല അണ്ണന്? ഇല്ല. എന്താ ചോക്കി? അണ്ണ ലൈവ് ബ്ലാസ്റ്റ് അടിച്ചാ? ലൈവ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ എന്താ? അണ്ണ ലൈവ് എന്ന് പറഞ്ഞ എന്താ? കള്ളം. കള്ള. ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ എന്താ? ചന്ദ്ര നിന്റെ സ്റ്റാൻഡേർഡ്. സംസാരങ്ങൾ ക്ലിയർ ആണ് ചന്ദ്ര. എന്തിനു വർത്താനാണ് പറയണത് നീയൊക്കെ? അല്ലല്ല ഞാൻ ഇത് അറിയണ നാളെ
നാളെ സമയത്ത് വരണേ കേട്ടാ. ചുമ്മാ ഇനിയിപ്പോ എങ്ങനെയാണ് 10 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളോ? എടാ ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കട്ടാ. നിന്റെ ചീവീട് ചെവിക്കാത്തോട്ട് കേറണ്. ആ പറ. ഞാൻ എല്ലാ ദിവസവും ഇനി കാണാം. എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഉത്തരവാദിത്തം ഉണ്ട് കുറച്ച്. അല്ല നിങ്ങളെ പോലെ കല്യാണം കഴിക്കാൻ പോകണോ? ചിലപ്പോ കല്യാണം കഴിക്കും, കൊച്ചുങ്ങളെ ഉണ്ടാക്കും. എക്സിന് എന്താണ് ഇതൊക്കെ അറിയേണ്ട ആവശ്യം? അല്ല ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. വെറുതെ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ദേഷ്യപ്പെടാതെ. ഫോൺ കളഞ്ഞു പോയോ? ലൈവ് ബ്ലാസ്റ്റ് ഒക്കെ അടിച്ച് നടക്കും. അല്ല പിന്നെ അല്ല നിങ്ങൾ നാളെ എത്ര മണിക്കാ വരുന്നതെന്ന് പറയുവോ? ഞങ്ങള് നാളെ ഒരു 7:30 7:45. ഓ രാവിലെ വെളുപ്പാങ്കാലത്ത്? അല്ല വൈകിട്ട്. ഓ വൈകിട്ട് 7:30. വൈകിട്ട് 7:30. എന്റെ പൊന്നെ പെണ്ണുമ്പിള്ള രാവിലെ 7:15 കഥ കാണുന്നത് പശുവല്ലോ വന്നു. വൈകുന്നേരം വരും. ഞാൻ കാര്യം പറയട്ടെ അണ്ണ ഇതെല്ലാം കഴിക്കണേ എനിക്ക് അണ്ണ ഇവക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ഈ ഇവക്ക് ട്രീസൊക്കെ ഇവക്ക് പണ്ട് എന്റെ അടുത്ത് ഇല്ല പറയട്ടെ. അത് ഞാൻ പറയണം. അത് പറയണം അണ്ണ. ആ സമയത്താണ് അലീനയുടെ അപ്രോച്ച് മനസ്സിലായില്ലേ? അന്നേരത്തെ ഇവക്കൊരു നിരാശയാണ് എന്റെ അടുത്ത്. ചുമ്മാ അണ്ണാ ഇവക്ക് സത്യം പറഞ്ഞ എന്റെ അടുത്ത് നിരാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ പുറകെ നടന്നിട്ട് അന്നേരം അലീന ഇടിച്ചു കയറിയിട്ട് വന്നിട്ടല്ലേ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് എന്റെ പുറകെ നടന്നെ വളച്ചേ. എന്നെ ഭയങ്കര ഇഷ്ടം പറയടി. ഇതാണ് ഇവന്റെ സ്വപ്നം, ഒരിക്കലും നടക്കാത്ത സ്വപ്നം. എന്നിട്ട് ഞാൻ നിന്നെ റിജക്ട് ചെയ്ത് ഇത് മനസ്സിലായി നിനക്ക്? എന്നിട്ട് ഞാൻ നിന്നെ റിജക്ട് ചെയ്തില്ലേടി താടകെ. നിന്നെ കണ്ടാലും മതി പോടി. വെള്ളം കുടിക്കില്ല, പട്ടി വെള്ളം കുടിക്കില്ല. എടി നീ ഒന്നര നീ സിംഹനെ നോക്കിയല്ലേടി? സിംഹൻ SR ആയില്ല. ഇതിന് പേര് ചാകടി. അണ്ണ ഇങ്ങനെയാണോ സംസാരിക്കണേ? സിംഹന്റെ കേട്ടിട്ടാണ് ആൾക്കുട്ടി ഉണ്ടായില്ലേ? ഇത് കൊറേ ആയല്ലോ. ഇത് KVD യൂസ് ചെയ്യരുത് നമ്മള്. അതല്ല മണി പിടിച്ച് ഉറച്ചു വിടറാ. സിക്സിനോട് ഒരു കാര്യം മിസ്റ്റർ പെരുന്തുവാസ് സിക്സ് ഇങ്ങോട്ട് വരൂ. എടാ ഒരു ലൈറ്റർ ഉണ്ട് സൂര്യ, ലൈറ്റർ ഉണ്ടാ? ഹലോ മിസ്റ്റർ പെരുന്തുവാസ് സിക്സ്. യെസ് പറഞ്ഞു. ആ ഒന്നും പറയല്ല, വന്നാ മൂടങ്ങ്. ചന്ദ്രൻ ഇവിടെ ഒരു വാസു പറ സാബു.